ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോസഫ് അനിയൻകുട്ടനെ ഉപദേശിക്കുന്ന വന്നിട്ട് വേഗം തന്നെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അവർ നിൽക്കാൻ പറയുന്നുണ്ടെങ്കിൽ വിക്രം അത് കേൾക്കുന്നില്ല. ചിലപ്പോൾ വേദനയോട് ചെയ്തു പോയ കാര്യങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടാണ് വിക്രം എഴുന്നേറ്റ് പോയതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷ കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ ആരതി ഒഴിഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറ്റാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അപ്പോൾ ഗായത്രി വരാൻ ഞാൻ ചോദിക്കുമ്പോൾ ഗായത്രി വരാൻ നേരത്തെ കാല് തെന്നിയൊന്ന് വീണു, ഇരിക്കക്കുത്തായിട്ട് തന്നെയാണ് വീണത്, കാല് പ്ലാസ്റ്റർ ഇട്ടു, 6 ആഴ്ച കിടക്കേണ്ടി വരും, എന്നിട്ട് അവൾ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധിച്ചതാ, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറയട്ടോ. അപ്പോൾ വർഷയുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി, തായോ മോളെ മുത്തശ്ശിയുടെ കൈ താ, ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ മുത്തശ്ശി, ഇനിയിപ്പോൾ കൈ മാറിയിട്ടുണ്ടെങ്കിൽ കൊച്ചി വീണ്ടും എഴുന്നേൽക്കും എന്ന് പറയുകയാണ്. മുത്തശ്ശിക്കും ശങ്കരൻ നാരായണനൊക്കെ അത് വിഷമാവാണ്. അപ്പോൾ എന്നാൽ മോള് കൊണ്ടുപോയി കെടുത്തു എന്ന് പറയും കേട്ടോ. മോളല്ല, ശ്രീകാന്ത് പറയും, നീ എന്നൊരു കാര്യം ചെയ്യും, കൊച്ചിനെ കൊണ്ട് കെടുത്താൻ പറയും. അപ്പോൾ പത്മ പറയും, ഞാൻ കെടുത്തുന്നു മോളെ, വേണ്ട ഞാൻ കെടുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുകയാണ്. അപ്പോൾ നമ്മളെ മുത്തശ്ശിനോട് പത്മം പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ ആയാലും നൂലുകെട്ട് ചടങ്ങൊക്കെ ഇല്ലേ, അതിനിപ്പോൾ നാളെ ഒന്നുമില്ലല്ലോ, അപ്പോൾ മുറ പോലെ തന്നെ അത് നടത്തണം, നൂല് കെട്ടാൻ അവകാശമുള്ള ആൾ തന്നെ നടത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയും, അത് ദർശനാണ്, ദർശനം ഇവിടെ ഇല്ലല്ലോ, UK യിലല്ലേ ദർശൻ, അല്ലെങ്കിൽ പിന്നെ ആര് കെട്ടും, അച്ഛൻ്റെ പെങ്ങളല്ലേ കെട്ടേണ്ടത്, അമ്മായി. അപ്പോൾ വേദന കാര്യമാണ് പറയണതെന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ ഒരു ചടങ്ങുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ വർഷാകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നത്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ആൻറ്റിയോ അച്ചച്ചനോ അമ്മമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും കെട്ടാന്ന് പറയട്ടോ, അതാണ് നാട്ടു നടപ്പെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ പെങ്ങൾ അതായത് അമ്മായി കൊച്ചിനെ കാണാൻ വരുമ്പോൾ ആട്ടി ഇറക്കുന്നതും നാട്ടു നടപ്പാണോ ചന്ദ്രശേഖര എന്ന് ചോദിക്കുകയാണേ. ആരിറക്കി എന്ന് ചോദിക്കണം കേട്ടോ പത്മം. എടാ ശ്രീകാന്തെ, നീ എങ്ങാനും വേദന പുറത്താക്കിയോ എന്ന് ചോദിക്കണം, കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, അതെ ഇതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞിനെ ആര് കാണണം കാണണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ, അവളെ കുഞ്ഞിനെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, ശ്രീകാന്തി കുഞ്ഞ് ദൈവങ്ങളുടെ മാത്രമാണ്, നമ്മുടേതല്ല, നമ്മൾ അവരെ പറക്കം മുറ്റുന്നത് വരെ നോക്കി വളർത്താനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ദൈവം തരുന്നില്ല, ഒക്കെ ദൈവത്തിൻ്റെ തന്നെയാണ്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇനിയിപ്പോൾ കുഞ്ഞ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെ വളരുന്നുള്ളത് കുഞ്ഞ് തീരുമാനിക്കും, അത് അവൻ്റെ ഇഷ്ടത്തിന് മാത്രമേ നമുക്ക് അവനെ വളർത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അത് എന്ന് പറയുമ്പോൾ വേണ്ട വർഷ ഒന്നും പറയണ്ട, ശ്രീകാന്ത് ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അതിനിപ്പോൾ ഞാനെന്ത് വേണം, വേദന പോയിട്ട് കണ്ട് മാപ്പ് പറയണമെന്ന് ചോദിക്കുകയെ, മാപ്പൊന്നും പറയണ്ട, പക്ഷേ വേദനയെ ശ്രീകാന്തിനെയും കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കണം, അവരോട് കുഞ്ഞിനെ കണ്ട് അനുഗ്രഹിച്ച് പോകാനായിട്ട് ചെന്ന് പറയണം. ശങ്കരനാരായണൻ പറയുന്നത്, ശങ്കര ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാണെന്നിട്ട് ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിഷയം ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്വാളിഫിക്കേഷനൊക്കെ നല്ല രീതിയിലുണ്ട്, പക്ഷേ ക്വാളിഫിക്കേഷനുള്ള ഒരാളെ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത്, കുറച്ച് പക്വതയും തൻ്റെ ഒക്കെ ഉള്ള ആളെയാണ്, ജോലിക്ക് പോയാൽ എവിടെ സ്ഥിരമായിട്ട് നിൽക്കൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ സാഹചര്യം ഇത്ര പ്രായമായിട്ടും സാഹചര്യം ശരിയായില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മാനേജർ. അപ്പോൾ വിശ്വനെ ചിരിക്കും, അതെ ഇതൊരു വലിയൊരു ജോലിയാണ്, ATM കൗണ്ടറുകളിൽ പണം നിറയ്ക്കുന്ന കോൺട്രാക്ട് എടുത്തൊരു കമ്പനിയാണിത്, ആ പണമിടപാടാണ് താൻ നടത്തേണ്ടത്, അതായത് ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് ഒരു ദിവസം നടത്തേണ്ടി വരിക, ഒറ്റയ്ക്ക് ചിലപ്പോൾ ബാങ്കിലും പോകേണ്ടി വരും. അപ്പോൾ വിശ്വൻ പറയും, ഈ ATM കൗണ്ടറിൽ പണം നിറയ്ക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോകണോ, അതൊന്നും വേണ്ട, ഒരു വണ്ടി ഉണ്ടാവും, ഒരു ഗൺമാൻ ഉണ്ടാവും, കൂടെ ഒരാളും ഉണ്ടാവും എന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വത്തിൻ്റെ ഇത്തിരി പേടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതിനുള്ള പ്രതിഫലമായിട്ടാണ് 50,000 രൂപ മാസം ശമ്പളം തരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വത്തിന് ഇത്തിരി സന്തോഷം കേട്ടോ. ശരി എന്നാൽ നാളെ തന്നെ ജോലി ചെയ്തോ, പിന്നെ സുധാകരൻ മാഷ്ട മോനായതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛനെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇതിൻ്റെ ഓണർക്ക് അച്ഛനെ പരിചയമുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും പ്രസിഡന്റിൽ നിന്ന് മെഡലൊക്കെ കിട്ടിയല്ലേ എന്ന് പറയട്ടെ, നാളെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞ് പോവുകയാണ്. വിശ്വം പോകുമ്പോൾ അയാൾ ഉടനെ തന്നെ വേറെ ആർക്കോ വിളിച്ച് പറയുന്നു, സാർ ആൾ വന്നിട്ടുണ്ട് കേട്ടോ, നാളെ ജോയിൻ ചെയ്യും, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാനേ. പിന്നീട് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പം വിനായകൻ ഇങ്ങനെ വിശ്വനോട് മാഷോട് കാര്യം പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛാ അത് ശരിയായി. അപ്പോൾ മാഷ് ചോദിക്കും, ഏത്, അല്ല ഇന്ന് ജോലിക്ക് പോയിരുന്നില്ലേ, അപ്പോൾ അത് ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയില്ല അതെന്ന് പറയും കേട്ടോ. വിനായകൻ പറയും, എൻ്റെ വിശ്വേട്ടാ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയും, അച്ഛാ ഞാൻ ഏർപ്പാട് ആക്കി കൊടുത്തില്ലേ ഒരു ജോലി, അത് കിട്ടി,
എന്തായാലും നല്ല ശമ്പളമുള്ള ജോലിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് മേലിറങ്ങുന്ന ജോലിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിന്നെ ഇവിടുത്തെ ഉമ്മറപ്പടിയിൽ തന്നെ കാണാമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അല്ല വലിയ അധ്വാനമുള്ള ജോലിയൊന്നുമല്ല. ഓ അപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ. ATM കൗണ്ടറിൽ പണം നിറയ്ക്കുന്ന ജോലിയാണ്. അയ്യോ അപ്പോൾ ശ്രീജ പറയും, അയ്യോ ഈ പണമൊക്കെ വിശ്വേട്ടൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വേണ്ട, ഒരാളുണ്ട്, പിന്നെ ഗൺമാനും ഉണ്ട്, ഒരു നല്ല വണ്ടിയും ഉണ്ട് എന്ന് പറയട്ടോ. അങ്ങനെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയട്ടോ. വിനയ് എന്തായാലും പൊളിച്ചു, എന്തായാലും വിനയേട്ടന് നല്ലൊരു ജോലി, വിശ്വേട്ടന് നല്ലൊരു ജോലി കിട്ടിയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ അന്ന് വേദനയും കൊണ്ട് ഒരു പണിക്കരടുത്ത് പോയില്ലേ, വേദ പറഞ്ഞിട്ട് ആ ആളെടുത്ത് ചെന്നപ്പോൾ വേദ എല്ലാവരും ജാതകം നോക്കിച്ചു. അപ്പോൾ വിശ്വത്തിന് നല്ല കാലം ഉണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രെഡിറ്റും വേദയ്ക്ക് പോയി എന്ന് നന്ദിനി ശ്രീജയുടെ ചവിട്ടി പറയുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് പിടിച്ച് നിൽക്കാൻ നോക്ക്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കാൻ നോക്കുമെന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. മാസം എത്ര ശമ്പളം ഉണ്ട് എന്നും അച്ഛൻ ചോദിക്കുമ്പോൾ 50,000 എന്ന് പറയുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ വിനായകൻ്റെ തെരുപ്പിൽ ചോറ് പോവുകയാണ് കേട്ടോ. 50,000 എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനായകന് വേഗം വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. മാഷ് പറയും, ശരി എന്തായാലും ഇത് പിടിച്ച് നിൽക്കാൻ നോക്ക് ശ്രീജയെ, നീയാണ് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കേട്ടോ, എല്ലാ കാര്യങ്ങളും നീ തന്നെ ശരിയാക്കണം എന്ന് പറയും. വിനായകനാണെന്നുണ്ടെങ്കിൽ വേഗം മുഖം കഴുകി പോകട്ടെ, എന്താ ഭക്ഷണം കഴിക്കുന്നില്ല മാഷ് ചോദിക്കുമ്പോൾ ഇല്ല തെരുപ്പേ പോയായിരുന്നേ എന്തോ പോലെ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അകത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പായസം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ, ഇത് വിശ്വേട്ടന് ജോലി കിട്ടിയ വകയിൽ ശ്രീജടുത്ത് ഉണ്ടാക്കിയ പായസമാണ്, കുടിക്കി തെരുപ്പേ പോകാതെ സൂക്ഷിച്ചോ എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങളോരോന്ന് ചെയ്തു വെച്ചിട്ട്, എടി ഞാനെന്ത് ചെയ്തു വെച്ചെന്ന് നീ പറയുന്നത്? അതെ, ഇത്ര വലിയ ശമ്പളമുള്ളൊരു ജോലിയാണ് നിങ്ങൾ വിശ്വേട്ടന് വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറയും കേട്ടോ. എനിക്കാണെങ്കിൽ വയറുവേദന എടുത്തിട്ട് പാടില്ല, എന്തോ ഒരു സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, എടി നീ ഒരു കാര്യം ചിന്തിച്ചേ, ഉയർച്ച കൂടുന്തോറും എന്ത് സംഭവിക്കും? അപ്പോൾ ചായക്ക് കടുപ്പം കൂടുമല്ലേ എന്ന് ചോദിക്കട്ടോ. ഇവളുടെ ഒരു കാര്യം, എടി പോത്തെ വിട്ടുപോത്തെ കോവർ കഴുതേ, ഉയർച്ച കൂടുന്തോറും എന്താണ് സംഭവിക്കുക? വീഴ്ചരാഘാതം കൂടും. അത് തന്നെ എന്ന് പറയാം കേട്ടോ. എന്നാലും ഇനി വിശ്വേട്ടന് ജോലി സ്ഥിരമായിട്ടെങ്ങാനും കിട്ടുമോ? ഇനിയിപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പകുതി ശമ്പളം കൊടുത്താൽ മതി എന്ന് പറയണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വീട്ടിൽ ഇതുപോലുള്ള ഔദാര്യങ്ങളെങ്ങാനും നിങ്ങൾ ആർക്കെങ്കിലും ചെയ്താലിനി ഞാൻ ആരാണെന്ന് അറിയുമെന്ന് പറയട്ടോ. വിനായകൻ ഇങ്ങനെ ആലോചിക്കട്ടെ, എന്നാലും വിശ്വേട്ടനെ വെച്ച് അവരെന്തായിരിക്കും ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവുക എന്നാലോചിക്കുക. പിന്നീട് വേദ വയറുവേദന എടുത്തിട്ട് കെടുക്കാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വന്ന് നോക്കുന്നുണ്ട്. വിക്രം കുളിക്കാൻ പോകുന്നതൊക്കെ വേദ കാണുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്ന് കണ്ടിട്ട് തൻ്റെ പായയും തലനൊക്കെ മടക്കി കണ്ടിട്ട് കട്ടിലിൻ്റെ അടിയിലേക്ക് വയ്ക്കുകയാണ്. വേഗം തന്നെ വിക്രത്തിൻ്റെ കട്ടിൽ കയറി പുതച്ച് മൂടിക്കെടുക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് മേലെഴുതാൻ പോയി മേലെ കഴുകി വന്നിട്ട് നോക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ വേദ തൻ്റെ കട്ടിൽ കെടുക്കുകയാണേ. വെടി എന്ന് വിളിക്കുകയാണ് കേട്ടോ. 2-3 തവണ വിളിക്കുമ്പോൾ മിണ്ടാതാകുമ്പോൾ ഇനി ഉറക്കം നടിച്ചെങ്ങാനും കെടുക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വേദയാണെന്നുണ്ടെങ്കിൽ അനങ്ങാതെ കെടുക്കുകയാണ്. നിങ്ങൾ അഭിനയിക്കാനാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം പതുക്കനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് വേദ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ വിക്രം തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. വേദ ചാടി എഴുന്നേൽക്കണം. അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് വിക്രം ആണെന്നുണ്ടെങ്കിൽ പേടിക്കിട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് വിക്രം ചുമരുമേലേക്ക് ഇങ്ങനെ വീണിട്ടോ. എന്താ നിങ്ങൾ എന്തേ കാണിച്ചത്? എന്ത് കാണിച്ച്? ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറയുന്നുണ്ടേ. അല്ല എനിക്കറിയാം, ഇപ്പം ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്തേനെ, ഞാൻ അത്രക്കാരനൊന്നുമല്ല എന്ന് പറയട്ടെ വിക്രം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന്. പകല് നിങ്ങൾ മാന്യൻ, പക്ഷേ രാത്രി നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് പറയട്ടോ. ഞാനങ്ങനെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വേദ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് രാത്രി ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് റീൽസ് എടുക്കുന്നത് നോക്കലല്ലേ പണി എന്ന് പറയട്ടോ. അപ്പോഴേക്കും വിക്രം ദേഷ്യം വന്നിട്ട് കുപ്പിയെടുത്ത് തലക്കടിക്കാൻ പോകുന്നത്. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാന്ന് പറയട്ടോ. കുപ്പി താഴെ വയ്ക്ക് മോനെ എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം കുപ്പി താഴെ വെച്ചിട്ട് കട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ പതുക്കനെ വന്നു കണ്ടിട്ട് വിക്രത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. വിക്രത്തിൻ്റെ ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ. അതെ ഞാൻ വെറുതെ പറഞ്ഞതാണോ, ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഭർത്താക്കന്മാരെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാലേ അത് എന്നെ മനസ്സിലിട്ട് നടക്കുന്നത് ഭാര്യമാരൊരു ശീലമാണെന്ന് പറയും. ഭാര്യയോ? ഏത് ഭാര്യ? നീയാണോ ഭാര്യ എന്ന് ചോദിക്കും കേട്ടോ. അതെ ഞാൻ ഭാര്യയാണ്. പിന്നെയും തുടങ്ങിയത് തന്നെയെന്ന് പറയും കേട്ടോ.
അതെ നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കാണ്ട് പോയി അവിടെ എങ്ങാനും കിടക്കുമെന്ന് പറഞ്ഞിട്ട് താഴത്തെ എങ്ങാനും കിടക്കുമെന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട് വേദ അതെ ഈ മുത്തശ്ശി പറഞ്ഞു ഈ കട്ടിൽ മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ കട്ടിൽ ചെറുതാണെന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് എന്താണെന്ന് അറിയോ, ഒരുമയുണ്ടെങ്കിലേ ഓലയ്ക്കമേലും കിടക്കാമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അതായത് ഈ കുഞ്ഞു കട്ടിലിൽ നമ്മൾക്ക് ഒരുമിച്ച് കിടക്കാമല്ലോ എന്നുള്ള രീതിയിൽ വിക്രത്തിനോട് വേദ സംസാരിക്കുകയാണ്. വേദയുടെ ഈ സംസാരം കേട്ടിട്ട് വിക്രത്തിന് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.